മലപ്പുറം പൊന്നാനിയിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളിയായ ഗഫൂറിന്റെ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കൂടെ ഉണ്ടായിരുന്ന സലാമിനു വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് വന്നു ചേരുന്നത് സമീർ ബിൻ കരീമാണ്. സമീർ, രാവിലെ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സലാമിനായുള്ള തെരച്ചിൽ ഏത് രീതിയിലാണ് തുടരുന്നത്? ക്രിസ്റ്റീന, സ്മിത, നിലവിൽ ഈ ബോട്ട് അപകടത്തിൽപ്പെട്ട് കാണാതായ 2 പേരിൽ ഒരാളുടെ മൃതദേഹമാണ് ഇപ്പോൾ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളിയായ ഗഫൂറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഈ മൃതദേഹവുമായി മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും നിലവിൽ പൊന്നാനി തീരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ കാണാതായിരിക്കുന്ന സലാമിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഈ നടുക്കടലിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നേവിയും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും ചേർന്നാണ് നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 1 മണിക്കാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി 6 പേരടങ്ങുന്ന ഒരു സംഘം ഇസ്ലാഹ് എന്ന ബോട്ടിലാണ് പോയത്. ഈ ബോട്ട് യുവരാജ് എന്ന് പറയുന്ന കപ്പലുമായി കൂട്ടിയിടിച്ചാണ് കടലിൽ അപകടത്തിൽപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത്. അപകടമുണ്ടായ സമയത്ത് തന്നെ ഈ ബോട്ട് 2ആയി പിളർന്ന് മുങ്ങിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെ ഈ 4 പേരെ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ രക്ഷപ്പെടുത്തി. 2 പേരെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു ഘട്ടമുണ്ടായി. പിന്നാലെ നടത്തിയ തിരച്ചിൽ, മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് നിലവിൽ ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സലാമിന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.